ഹലോ ഫ്രണ്ട്സ്, നമ്മൾ അസസ്മെന്റ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അവസാനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ട്രസ്റ്റിന്റെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഒരു ട്രസ്റ്റിന്റെ ടോട്ടൽ ഇൻകം കണ്ടെത്തിയതിന് ശേഷം അതിന്റെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ടാക്സേഷൻ ഓഫ് ഇൻകം ഓഫ് ട്രസ്റ്റ് ഇത് പുതിയതായിട്ട് നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല. ടാക്സബിൾ ഇൻകം ഓഫ് ദ ട്രസ്റ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ് ഇൻ ദ സെയിം വേ ആസ് അപ്ലിക്കബിൾ ടു എ ഒ പി. എ ഒ പിക്ക് എങ്ങനെയാണോ നമ്മൾ ടാക്സ് ലയബിലിറ്റി കണ്ടെത്തിയിരുന്നത് അതേപോലെ തന്നെ കണ്ടാൽ മതി ആരുടെ ട്രസ്റ്റിന്റെയും ടാക്സ് ലയബിലിറ്റി എന്നുള്ളതാണ്. അത്ര തന്നെ കോംപ്ലിക്കേഷൻ ഇല്ല, എ ഒ പിയുടെ അത്ര തന്നെ കോംപ്ലിക്കേഷൻ ഇല്ല. എന്താണ് എ ഒ പിയുടെ കാര്യം എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇഫ് എനി ബെനിഫിഷ്യറീസ് ഓഫ് ദ ട്രസ്റ്റ് ഹാസ് ടാക്സബിൾ ഇൻകം ഇൻ ദയർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി, അതായത് ഒരു ട്രസ്റ്റ് ഏതെങ്കിലും ഒരു ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ബെനിഫിഷ്യറി വളരെ ടാക്സബിൾ ഇൻകം ഉള്ള റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ബെനഫിഷ്യറി ട്രസ്റ്റിന്റെ ബെനഫിഷ്യറിക്ക് പേഴ്സണൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെ പോകുന്നുണ്ട്. അതായത് അയാൾക്ക് ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ then the taxable income of the trust is charged to tax at MMR. MMRലായിരിക്കും നമ്മൾ ട്രസ്റ്റിന്റെ ടോട്ടൽ ഇൻകത്തിന് ടാക്സ് ലയബിലിറ്റി കണ്ടെത്തുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കുക. അമ്മയ്ക്ക് പെൻഷനൊക്കെ ആയിട്ട് നല്ല തുകയുണ്ട്. അമ്മയുടെ പേഴ്സണൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പൈസ എത്രയാണോ അതിപ്പോ ഒരു 5 ലക്ഷമാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. ആ 5 ലക്ഷത്തിന്റെ മുകളിൽ MMR ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. 42.744% ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. കാരണം ബെനഫിഷ്യറി, അതായത് ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ ആ ബെനഫിഷ്യറിയുടെ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെ പോയി. ഇനി ബെനഫിഷ്യറിയുടെ പേഴ്സണൽ ഇൻകം ടാക്സബിൾ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെ പോകുന്നില്ല വിചാരിക്കുക. അതായത് ബെനഫിഷ്യറിക്ക് ടാക്സബിൾ ഇൻകം ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ ഇൻകം ഓഫ് ദ ട്രസ്റ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ് അറ്റ് സ്ലാബ് സിസ്റ്റം. സ്ലാബ് സിസ്റ്റത്തിലായിരിക്കും നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ട്രസ്റ്റിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ സ്ലാബ് സിസ്റ്റം ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. സോ ഇത്തരം കേസുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്യുമ്പോഴും സ്പെഷ്യൽ റേറ്റ് ഓഫ് 30% ഈസ് അപ്ലിക്കബിൾ ടു അനോണിമസ് പാർട്ട് ഓഫ് ദി അനോണിമസ് ഡൊണേഷൻ. അനോണിമസ് ഡൊണേഷനിലെ അനോണിമസ് പാർട്ട് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ആ അനോണിമസ് പാർട്ടിൽ നമ്മൾ 30% ആയിരിക്കും ടാക്സ് അപ്ലൈ ചെയ്യുന്നത്. ബാക്കിയുള്ളതിന്റെ മുകളിൽ സ്ലാബ് സിസ്റ്റത്തിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്, നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നടത്തുന്നത് വിചാരിക്കുക. പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നടത്തുകയാണെങ്കിൽ ബെനിഫിഷ്യറിയുടെ ടോട്ടൽ ഇൻകം ഒരിക്കലും ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ മീതെ പോവില്ല. കാരണം അവർ പാവങ്ങളാണല്ലോ. സോ അത്തരം കേസുകളിൽ സ്ലാബ് സിസ്റ്റം ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ മനസ്സിലാക്കേണ്ടത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കേസിൽ നമ്മൾ സ്ലാബ് സിസ്റ്റം ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. നമുക്കൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഗണേഷ് മെമ്മോറിയൽ ട്രസ്റ്റ് ഫോർ ദി അസസ്മെന്റ് ഇയർ 2022-23. ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി, അവരുടെ ട്രസ്റ്റിന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും 20 ലക്ഷം രൂപയാണ് ഇൻകം കിട്ടിയിട്ടുള്ളത്. വോളണ്ടറി ഡൊണേഷൻ 4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അനോണിമസ് ഡൊണേഷൻ 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. സോ അനോണിമസ് ഡൊണേഷൻ ആയിട്ടുള്ള 5 ലക്ഷത്തിൽ എത്രയാണ് അനോണിമസ് പാർട്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ബാക്കിയുള്ളത് നോർമൽ ഡൊണേഷൻ ആണ്. എക്സ്പെൻസസ് ഇൻഗേറ്റ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്, അപ്പോൾ ഇത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. സോ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി അവർ 18 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ട്രസ്റ്റ് ആൻഡ് ടാക്സ് ലയബിലിറ്റി ഫോർ ദ അസസ്മെന്റ് ഇയർ 2023-24. നമുക്ക് ടോട്ടൽ ഇൻകം കണ്ടെത്തണം, ടാക്സ് ലയബിലിറ്റി കണ്ടെത്തണം. അപ്പോൾ ടോട്ടൽ ഇൻകം കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ഓഫ് ദ ട്രസ്റ്റ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2023-24. ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി 20 ലാക്സ് ആണ്. നമ്മൾ കണ്ടതാണ് ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി 20 ലാക്സ് ആണ്. അത് കഴിഞ്ഞാൽ വരുന്ന ഇൻകം വോളണ്ടറി ഡൊണേഷൻ ആണ് 4 ലക്ഷം രൂപ. ദെൻ അനോണിമസ് ഡൊണേഷൻ ആണ് പിന്നെ തന്നിട്ടുള്ളത് 5 ലക്ഷം. അതിലെ അനോണിമസ് പാർട്ട് എത്രയാന്നുള്ളത് കണ്ടെത്തിയിട്ട് നോർമൽ പാർട്ടാണ് ഇവിടെ എഴുതേണ്ടത്, ആദ്യം ഇവിടെ എഴുതേണ്ടത്. സോ നോർമൽ പാർട്ട് ഓഫ് അനോണിമസ് ഡൊണേഷൻ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 1 ലക്ഷം എന്നാണ് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു മിനിറ്റ്. കാൽക്കുലേഷൻ
നോക്കിക്കോളൂ എങ്ങനെയാണ്. ടോട്ടൽ അനോണിമസ് ഡൊണേഷൻ 5 ലക്ഷമാണ്. ടോട്ടൽ അനോണിമസ് ഡൊണേഷൻ 5 ലക്ഷമാണ്. അതിലെങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അനോണിമസ് പാർട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമുക്ക് അതിന്റെ റൂൾ അറിയാലോ അല്ലെ. ടോട്ടൽ ഡൊണേഷന്റെ 5% ഓർ 1 lakh വിച്ച് എവർ ഈസ് ഹയർ, അതാണ് അനോണിമസ് പാർട്ട്. നമുക്ക് നോക്കാം. 5 + 4 9 lakh ആണ് ടോട്ടൽ ഡൊണേഷൻ വരുന്നത്. 5 lakh അനോണിമസ് ഡൊണേഷനും 4 lakh നോർമൽ ഡൊണേഷനും, അതായത് വോളണ്ടറി ഡൊണേഷനും. അങ്ങനെ 9 lakh ആണ്. 9 lakhന്റെ 5% എന്ന് പറയുന്നത് 45,000. Therefore normal part of anonymous donation 45,000 or 1 lakh which ever is higher. അതായത് 1 lakh ആണ് ഹയർ ആയിട്ട് വരുന്നത്. സോ 1 lakh ആണ് നമുക്ക് നോർമൽ പാർട്ട് ഓഫ് അനോണിമസ് ഡൊണേഷൻ ആയിട്ട് കാണേണ്ടത്. സോ ഔട്ട് ഓഫ് ദ അനോണിമസ് ഡൊണേഷൻ, പാർട്ട് ഓഫ് അനോണിമസ് ഡൊണേഷൻ ഫോർ ദ പർപ്പസ് ഈസ് 5 lakh 1 ലക്ഷം നോർമൽ പാർട്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 4 ലക്ഷമാണ് അനോണിമസ് ഡൊണേഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ അനോണിമസ് ഡൊണേഷൻ 5 ലക്ഷമാണ്. ടോട്ടൽ ഡൊണേഷൻ 9 ലക്ഷമാണ്. അതിന്റെ 5% 45,000 ആണ്. സോ 45,000 ഓർ 1 lakh വിച്ച് എവർ ഈസ് ഹയർ, അതാണ് നോർമൽ പാർട്ട് ഓഫ് അനോണിമസ് ഡൊണേഷൻ. ഇപ്പൊ നോർമൽ പാർട്ട് കിട്ടി, 1 lakh ആണ് ഹയർ, നോർമൽ പാർട്ട് അതാണ്. സോ 5 ലക്ഷം എന്ന് പറയുന്ന അനോണിമസ് ഡൊണേഷനിൽ 1 ലക്ഷം നോർമൽ പാർട്ട് ആണെങ്കിൽ ബാക്കി 4 ലക്ഷം എന്താണ്? 4 ലക്ഷം അനോണിമസ് പാർട്ടാണ്. സോ നമുക്ക് നോർമൽ പാർട്ടും കിട്ടി, അനോണിമസ് പാർട്ടും കിട്ടി. അപ്പൊ നോക്കിക്കോളൂ, നമുക്ക് ഇവിടെ നോർമൽ പാർട്ട് ഓഫ് അനോണിമസ് ഡൊണേഷൻ 1 lakh കിട്ടി. അങ്ങനെ 3 ഇൻകങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 25 ലക്ഷം. 25 ലക്ഷത്തിൽ നിന്ന് ആദ്യം മാറ്റി വെക്കേണ്ടത് 15%. 15% അക്യുമുലേറ്റഡ് ഇൻകം മാറ്റിവെച്ചു. 3,70,75,000 മാറ്റിവെച്ചു. ബാക്കി 21,25,000 നമ്മൾ ചെലവാക്കണം. പക്ഷെ കണക്കിൽ തന്നിട്ടുണ്ട് നമ്മൾ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് 18 ലക്ഷം മാത്രമാണ്. സോ 18 ലക്ഷം നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 3,25,000 കിട്ടി. ഇത് ടാക്സബിൾ ഇൻകം ആണ്. ഇതിന്റെ കൂടെ നമ്മൾ അവസാനം എന്ത് ആഡ് ചെയ്യണം? അനോണിമസ് പാർട്ട് ഓഫ് അനോണിമസ് ഡൊണേഷനും കൂടെ ആഡ് ചെയ്യണം. അത് ഫുള്ളി ടാക്സബിൾ ആണ്. സോ അനോണിമസ് പാർട്ട് ഓഫ് അനോണിമസ് ഡൊണേഷൻ 4 ലക്ഷമാണ്. ഇത് മനസ്സിൽ വെക്കണം. സ്പെഷ്യൽ റേറ്റ് ഓഫ് ടാക്സ് അപ്ലൈ ചെയ്യുന്ന സാധനമാണ് 4 ലക്ഷം. അങ്ങനെ മൊത്തം ടാക്സബിൾ ഇൻകം വരുന്നത് 7,25,000 ആണ്. ടാക്സബിൾ ഇൻകം 7,25,000. ശ്രദ്ധിക്കണം, ഈ 7,25,000 എന്ന് പറയുന്ന ടോട്ടൽ ഇൻകത്തില് 4 ലക്ഷം അനോണിമസ് ഡൊണേഷൻ ആണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. സോ നൗ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ടാക്സ് ലയബിലിറ്റി. കാൽക്കുലേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. ടോട്ടൽ ഇൻകം എത്രയാണ്? ടോട്ടൽ ഇൻകം 7,25,000. അതിൽ 4 ലക്ഷം അനോണിമസ് പാർട്ടാണ്. സോ അതിന്റെ മുകളിൽ 30% ആദ്യം കണ്ടുവയ്ക്കാം. 30% ആണല്ലോ അതിന്റെ മുകളിൽ ടാക്സ് ലയബിലിറ്റി. സോ 30% ടാക്സ് ലയബിലിറ്റി നമ്മൾ അനോണിമസ് പാർട്ടായിട്ടുള്ള 4 ലക്ഷത്തിന്റെ മുകളിൽ നമ്മൾ കണ്ടെത്തി. 30% അത് 1,20,000 ആണ്. 1,20,000 ആണ്. അപ്പൊ 7,25,000 4 ലക്ഷത്തിന്റെ മുകളിലുള്ള ടാക്സ് നമ്മൾ കണ്ടെത്തി. 4 ലക്ഷം എന്ന് പറയുന്നത് അനോണിമസ് പാർട്ടാണ്. ബാക്കി എത്രയുണ്ട്? 3,25,000 ഉണ്ട്. അത് നമ്മൾ സ്ലാബ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുന്നത്. ടാക്സ് ഓൺ ബാലൻസ് ടാക്സബിൾ ഇൻകം 3,25,000 മുകളിൽ നമ്മൾ സ്ലാബ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യുന്നത്. സ്ലാബ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 1,200 മുകളിൽ ടാക്സ് ഇല്ല. ബാക്കി ഇത് 5% വരുന്ന സ്ലാബിലാണ് വന്നിരിക്കുന്നത്. സോ ബാക്കിയുള്ള 75,000 മുകളിൽ 5% വരും. 5% ഓൺ 75,000, ദാറ്റ് ഈസ് 3,750. അപ്പൊ മൊത്തം നമുക്ക് ടാക്സ് ലയബിലിറ്റി കിട്ടി 1,23,750 ആണ് ടോട്ടൽ ടാക്സ് വരുന്നത്. അതിന്റെ കൂടെ 4% സെസ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കിട്ടി. 1,28,700 ആണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. ഈ ട്രസ്റ്റിന്റെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. ഇങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഹോംവർക്കും കൂടെ ചെയ്യാം. ഇലസ്ട്രേഷൻ 7 പേജ് നമ്പർ 84 ഇലസ്ട്രേഷൻ 7 ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ട്രസ്റ്റിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. സോ ട്രസ്റ്റിലെ ടോട്ടൽ ഇൻകം കണ്ടെത്താനും പഠിച്ചു. അതിന്റെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും പഠിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ടാക്സ് ലയബിലിറ്റി ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ സ്ലാബ് സിസ്റ്റം ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അനോണിമസ് പാർട്ടിന്റെ മുകളിൽ 30% ആദ്യം കണ്ടെത്തിയിട്ട് ബാക്കിയുള്ളതിന്റെ മുകളിൽ സ്ലാബ് സിസ്റ്റം അപ്ലൈ ചെയ്തിട്ട് സെസ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ആയി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.